പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രഹസ്യങ്ങളെ ഗ്രഹിക്കുന്നവനും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും വിലപിക്കുന്നവർക്ക് ആശ്വാസവും ദുഃഖിക്കുന്നവർക്ക് സന്തോഷവും രോഗികളെ സന്ദർശിക്കുന്ന യഥാർത്ഥ വൈദ്യനും ഞങ്ങൾക്കും ബലഹീനരായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ആവശ്യപ്പെട്ടവർക്കും ആവശ്യപ്പെടുന്നവർക്കും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും അധർമ്മങ്ങളുടെ ഉന്മൂലനവും പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവേ, ഈ പ്രഭാത സമയത്ത് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് 22-ാം സങ്കീർത്തനത്തെക്കുറിച്ച് അടിയങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, പീഡിതൻ ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുന്നു. തൻ്റെ ആശ്രയത്തിന്റെ അടിസ്ഥാനം അനുസ്മരിക്കുന്ന ഭക്തൻ വിടുതൽ പ്രതീക്ഷിക്കുക മാത്രമല്ല, വിടുതലിനു വേണ്ടി യഹോവയെ സ്തുതിപ്പാൻ മറ്റുള്ളവർക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. യഥാർത്ഥമായ മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടുന്നതായ പരിശുദ്ധനായ പൗലോസ്ലീഹായെ പോലെ ഈ ഭക്തനും അത് ചെയ്യുന്നു. ഈ ഭക്തന്റെ പീഡയെ രോഗമായും മറ്റുള്ളവരുടെ പരിഹാസമായും ശത്രുക്കളുടെ ഉപദ്രവമായും വിവരിക്കുന്നു. ഈ വിവരങ്ങളുടെ പിമ്പിൽ വ്യക്തിപരമായ അനുഭവമുണ്ടെന്നുള്ളതിൽ സന്ദേഹമില്ല. പീഡാനുഭവ സങ്കീർത്തനങ്ങളെന്ന് വിശേഷിക്കാവുന്നതിൽ പ്രമുഖമായ ഒന്നാണിത്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന വാക്കുകളാണ് ഇതിൽ പ്രതിധ്വനിക്കുന്നത്. യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസൻ എന്ന നിലയിൽ യെശയ്യാ പ്രവാചകൻ ചിത്രീകരിക്കുന്ന കഷ്ടാനുഭവ വിവരണത്തോടെ ഇതിന് സാമ്യമുണ്ട്. വിശാലമായ അർത്ഥത്തിൽ ഇതൊരു പ്രവചനം കൂടിയാണ്, അതേസമയം വ്യക്തിപരമായ പ്രാർത്ഥനയുമാണ്. 3 വ്യാഖ്യാനങ്ങളാണ് ഇത് ആരുടേതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. ഒന്ന്, ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്ന ഏതോ ഒരു ഹതഭാഗ്യൻ്റേത്, ദാവീദിൻ്റേതല്ല. 2, ഇസ്രായേൽ ജനതയെ ഒരു വ്യക്തിയായി എടുത്തുകൊണ്ട് അവരുടെ പൊതുവായ യാതനകൾ. 3, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം. ഈ സങ്കീർത്തനത്തെ 2ആയി നമുക്ക് വിഭജിക്കാം. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വേദനയുടെ ദീനരോധനവും 22 തൊട്ട് 32 വരെ സ്തോത്രഗീതവുമാണ്. ആദ്യ ഭാഗം കഷ്ടതയുടേതും സഹനത്തിന്റെയും പാഠങ്ങൾ വിശദമാക്കുമ്പോൾ, 2ാമത്തെ ഭാഗം ആ അനുഭവത്തിൽ നിന്ന് വിജയത്തിലേക്കും മഹത്വത്തിലേക്കും പ്രവേശിക്കുന്ന അനുഭവം ചിത്രീകരിക്കുന്നു. ആദ്യ ഭാഗത്ത് വളരെ അസ്വസ്ഥതയുള്ള അവശതയിലുള്ള വേദന നിറഞ്ഞ വാക്കുകളാണ് ഉള്ളത്. തൻ്റെ ശത്രുക്കൾ ചുറ്റും അണിനിരക്കുന്നതിനാൽ തൻ്റെ ശാരീരിക വേദന കൂടുതൽ ദുസ്സഹമായി തീർന്നു എന്ന് പറയുന്നു. ഈ ആദ്യ ഭാഗത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കഷ്ടതകളും ഉപദ്രവങ്ങളും നമ്മെ നിരാശരാക്കി തളർത്തിക്കളയരുത്. ദൈവത്തെ മറക്കുവാനോ അവിശ്വസിക്കുവാനോ ഇടയാവരുത്. കൂടുതൽ ശക്തിയോടെ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പിന്മാറാത്ത ആശ്രയവും മങ്ങാത്ത പ്രത്യാശയും നാം പ്രകടമാക്കണം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വരുന്ന ഗീതങ്ങളാകിയാലാണ് സങ്കീർത്തനങ്ങളെ യഥാർത്ഥ സങ്കീർത്തനങ്ങളായി നാം കരുതുന്നത്. ഇത് ജീവിതത്തിന് ഒരു പാഠവും മുന്നോട്ടുള്ള ചൂടുകൾക്ക് പാതയുമായിരിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും തൻ്റെ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.